എന്തായാലും ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോൾ പിന്നെയും ദുഃഖിക്കണോ? സാവിത്രി, എന്താ വിളിച്ചേ? സാവിത്രി ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടുവോ? ഞാൻ കേട്ടു. ഭഗവാൻ വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു. കൃഷ്ണാഷ്ടമം ചൊല്ലിത്തീർന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത്, ഉണ്ണി പോയില്ലേ, പകരം ഉണ്ണികൃഷ്ണനാ ഇനി നമ്മുടെ ഉണ്ണി. ആറ്റുനോറ്റുണ്ടായ എന്റെ ഉണ്ണി ചോറോണ ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. വ്യസനിക്കാതെ സാവിത്രി. പുത്രദുഃഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു. ഭഗവാനെ, അങ്ങല്ലാതെ അടിയന് മറ്റാരും ആശ്രയമില്ലേ? കൃഷ്ണ കൃഷ്ണ, ഭഗവാനെ, അടിയന് ഉണ്ണിയായി അങ്ങ് മാത്രം മതി. വേറെ ഈ ലോകത്ത് യാതൊന്നും വേണ്ട. ആ തിരുമുടിയിൽ ചൂടിയ മയിൽപ്പീലിയും പുഞ്ചിരി തൂകുന്ന മുഖവും മഞ്ഞപ്പട്ടുടെ അടകളും കാൽത്തലകളുടെ ശബ്ദവും പൊന്നോടക്കുഴലിന്റെ നാദവും കണ്ണ, എന്റെ മണിവർണ്ണ, ഈ ഉള്ളവന്റെ ഉള്ളിൽ ഇതല്ലാതെ മറ്റൊന്നും ഇല്ലേ ഇല്ല. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ.